സീക്യാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്യാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലോം TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിവന്തിമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ തുടർച്ചയെന്നോണം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ സിസ്റ്റർ റിൻസി ജോർജ് SH, കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന അവസരത്തിൽ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് മതബോധന ഗ്രന്ഥത്തിൽ കാണുന്നത്. എന്നാൽ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് നമ്മൾ ചൊല്ലാറ്. ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ദുഷ്ടനും ദുഷ്ടാരൂപിയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ദുഷ്ടൻ എന്ന് പറയുന്നത് ആരാണ്? പിശാചിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് പല ദുഷ്ടന്മാരുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥനയിൽ വിവക്ഷിക്കുന്ന ദുഷ്ടൻ പിശാചാണ്. ആ പിശാച് എന്ന് പറയുന്നത് ഒരു അരൂപിയാണ് എന്ന് നമുക്കറിയാം, ഇല്ലേ? അതുകൊണ്ട് ദുഷ്ടൻ ദുഷ്ടാരൂപി എന്നുള്ളത് തമ്മിൽ ഭാഷാപരമായ വ്യത്യാസമേ ഉള്ളൂ. അവിടുത്തെ ദൈവശാസ്ത്രപരമായ വിവക്ഷ ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് സംശയിക്കത്തില്ല, ശത്രുക്കളിൽ നിന്നും നമ്മളൊക്കെ, അതായത് പിശാചല്ലാതെ നമുക്ക് വേണമെങ്കിൽ ശത്രുക്കളുണ്ടാകാം. നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അവരിൽ നിന്നും കാത്തുകൊള്ളണമെന്നും കൂടെ ആയിക്കൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്? അവരിൽ നിന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിക്ക് ശത്രുക്കളുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ശത്രുക്കൾ ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് ആരുടെ ശത്രുത ഉണ്ടാകത്തില്ല. പക്ഷേ മറ്റൊരാൾ എന്നെ ശത്രുവായിട്ട് കണക്കാക്കാമല്ലോ. അകാരണമായി എന്നോട് ശത്രുത പുലർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ദുഷ്ടാരൂപി. അതുകൊണ്ട് സുവിശേഷത്തിന് വിരുദ്ധമായ ശത്രുത എന്ന് പറയുന്നത് അവിടെ പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രതികാര ചിന്തയിൽ എപ്പോഴും പൈശാചിക സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്നവരിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാം പ്രായോഗിക തലത്തിൽ. പക്ഷെ അവിടെയും ദുഷ്ടാരൂപിയെ തന്നെയാണ് വിവക്ഷിക്കുന്നത്. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് സുനിൽ മാത്യു. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകനാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ക്രൈസ്തവർ ശരീരത്തിലാണെങ്കിലും ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നതെന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രൈസ്തവർ ലോകസുഖങ്ങൾ അനുഭവിക്കുന്നത് തെറ്റാണോ? യഥാർത്ഥത്തിൽ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, സംശയമില്ലല്ലോ. നമ്മൾ ജീവനുള്ളപ്പോൾ ശരീരത്തിലാണ് ജീവിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. കാരണം നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പൗലോസ്ലീഹയുടെ തന്നെ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പറയാം. സഹോദരങ്ങളെ, വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുവൻ. മറ്റെല്ലാ പാപവും ചെയ്യുന്നവൻ ശരീരത്തിന് വെളിയിലാണ് പാപം ചെയ്യുന്നത്. എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനാണ് പാപം ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ നിങ്ങൾ എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കണം. പൗലോസ്ലീഹ പറയുക. അതായത് ശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ശരീരത്തിന് ദൈവം അനുവദിച്ചിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹം ദൈവം നൽകിയിട്ടുണ്ട്. ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വെളിയിൽ, വിവാഹ ഉടമ്പടിക്ക് വെളിയിൽ ഒരു വ്യക്തി തൻ്റെ ശരീരത്തിൻ്റെ സന്തോഷം അന്വേഷിക്കുന്നത് അത് ഉടമ്പടിയുടെ ലംഘനമാണ്, ദൈവഹിതത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള നിരസനവുമാണ്.
ബ്രഹ്മചര്യം ജീവിതം നയിക്കേണ്ട ഒരു വൈദികൻ, ഒരു സമർപ്പിതൻ അല്ലെങ്കിൽ സമർപ്പിത, അതിന് വിരുദ്ധമായി ശരീരത്തിൻ്റെ സന്തോഷങ്ങൾ തേടിയാൽ അത് ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ശരീരത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിൻ്റെ സന്തോഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് സഭയിൽ വളരെ കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഓരോരുത്തരുടെയും ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ശരീരത്തിൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുടെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ ശരീരത്തിൻ്റെ സന്തോഷം തേടുന്ന മറ്റ് പല മേഖലകളുണ്ട്. ഇപ്പം മയക്കുമരുന്ന് കഴിക്കുക, മദ്യപിക്കുക, പുകവലിക്കുക, ഇങ്ങനെ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മകളുണ്ട്. ഇവയും നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? മദ്യം മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മാത്രമല്ല അവൻ്റെ സാമൂഹിക അസ്തിത്വത്തെ പോലും അപകടപ്പെടുത്തുന്നു. അവൻ്റെ കുടുംബത്തെ വഴിയാധാരമാക്കുന്നു, അവൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നു, സമ്പത്ത് തകർക്കുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാകുന്നു, കുടുംബജീവിതം തകർക്കുന്നു. ശരീരത്തിൻ്റെ താല്പര്യം നോക്കി ഒരു മനുഷ്യൻ പോയി മദ്യപിച്ചതാണ്. അതിലൂടെ സംഭവിക്കുന്ന ദുരന്തം എത്ര ഭയാനകമാണെന്ന് നോക്കുക. അതുകൊണ്ട് ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ നശിച്ചു പോകും. ശരീരത്തെ ദൈവാരൂപിയുടെ ശക്തിയാൽ നമ്മൾ നിയന്ത്രിക്കുക. ശരീരത്തിൻ്റെ യഥാർത്ഥ സംതൃപ്തി നമുക്ക് ലഭിക്കുന്നത് നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോഴാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മൾ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് മാത്രം ജീവിച്ചാൽ സന്തോഷം കിട്ടുന്നത് എന്ന്. അല്ല, അത് ആ സന്തോഷം നൈമിഷികമാണ്. അത് നമ്മളെ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കുമാണ് നയിക്കുക. എന്നാൽ ദൈവാരൂപിയാൽ നയിക്കപ്പെടുന്ന വ്യക്തി യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ്. ആ വ്യക്തി സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മുന്നേറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർത്തും ശരിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സുഖങ്ങൾ തേടി പോകുമ്പോൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ വചനത്തിൽ പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട് നമ്മളോട്, ഞാൻ തരുന്ന സന്തോഷം അത് ലോകം തരുന്ന സന്തോഷം പോലെയല്ല, അത് നിങ്ങളിൽ നിന്നും ആരും എടുത്തു കളയില്ല. പ്രിയമുള്ളവരെ, ആത്മീയ സന്തോഷം അല്ലെങ്കിൽ ആത്മീയ സുഖങ്ങൾ അത് ഒരിക്കലും ആരും നമ്മളിൽ നിന്ന് എടുത്തു കളയില്ല. അതാണ് യഥാർത്ഥ സന്തോഷം. നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷം അന്വേഷിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് സിസ്റ്റർ ജിൻസി വർഗീസ് MSMI. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിൽ മതാധ്യാപികയായി ശുശ്രൂഷ ചെയ്യുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ച് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. സ്വർഗരാജ്യത്തെ ഒരു സ്ഥലമായി, ഒരവസ്ഥയായി അല്ലെങ്കിൽ ക്രിസ്തുവിനെ തന്നെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യം എന്നതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കുന്നത്? സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ പല രീതിയിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജിൻസി സിസ്റ്റർ ഇവിടെ ചോദിച്ച ചോദ്യം. പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ ദൈവഭരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം, സ്വർഗരാജ്യം, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾക്ക് പലതരത്തിലുള്ള അർത്ഥങ്ങൾ സങ്കല്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ദൈവം രാജാവും നമ്മൾ ആ രാജ്യത്തിലെ അംഗങ്ങളുമായിരിക്കുന്ന അവസ്ഥ, അതാണ് ദൈവരാജ്യം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം. എങ്ങനെയാണ് ദൈവം നമ്മുടെ പിതാവും നമ്മൾ മക്കളുമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈശോ മിശിഹായിലൂടെയാണ് എന്നത് മറ്റൊരു സത്യം. ഇവയെ തമ്മിൽ ചേർത്ത് വെച്ചാൽ ദൈവരാജ്യത്തിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ദൈവത്തെ പിതാവായി കരുതി ഈശോ മിശിഹായിൽ മക്കളായി തീർന്ന നാം ഓരോരുത്തരും ഈശോയുടെ പ്രബോധനങ്ങളെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ജീവിക്കുമ്പോൾ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാവുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഈശോ നിറവേറ്റിയതുപോലെ നമ്മളും നിറവേറ്റുമ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നതിന് പരിശുദ്ധ ത്രിത്വം എന്നർത്ഥമുണ്ട്. ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയിലൂടെ സംജാതമായ രക്ഷ എന്നർത്ഥമുണ്ട്. വീണ്ടും ആ രക്ഷയെ ഇന്നും നിത്യവും നമുക്ക് സംലഭ്യമാക്കുന്ന തിരുസഭ എന്നർത്ഥം
അതിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി നാം ഉദ്ദേശിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് ഈശോയെ അനുകരിച്ച് നാം എല്ലാവരും ജീവിച്ചു തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് ജെസ്സി മൽപ്പാൻ. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ജ്ഞാനസ്നാനത്തിലൂടെയാണ് നമുക്ക് ദൈവപുത്രസ്ഥാനം ലഭിക്കുന്നത്. അപ്പോൾ മറ്റു മതവിശ്വാസികൾക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന ചോദ്യം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എങ്ങനെയാണ് ചൊല്ലാൻ സാധിക്കുന്നത്? യെസ്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ അർഹരാകുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മറ്റ് മതസ്ഥർക്ക് സ്വർഗസ്ഥനായ പിതാവേ ചെല്ലാൻ പറ്റുക എന്നൊരു ചോദ്യം തികച്ചും ന്യായമാണ്. നമുക്കറിയാം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്നത് എവിടെയാണ്? സൃഷ്ടിയിലാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. സൃഷ്ടാവാണ് ദൈവം എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സൃഷ്ടിക്കുക വഴി ദൈവം നമുക്ക് പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടികൾക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവകാശമുണ്ട്. അതിന് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മാമോദീസ സ്വീകരിച്ചവർക്ക് ഈ ദൈവമക്കളുടെ ഒരു ഉയർന്ന പദവി ദൈവം നൽകിയിരിക്കുകയാണ്. എന്താണ് ആ ഉയർന്ന പദവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ മിശിഹായുടെ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട അനുഭവം. അതാണ് ഈ ഉയർന്ന പദവി എന്ന് പറയുക. അല്പം കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, മാമോദീസ സ്വീകരിച്ച വ്യക്തികൾ കുടുംബത്തിൽ പ്രായപൂർത്തിയായ മക്കളായിട്ട് കരുതാമെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത മക്കളായിട്ട് നമുക്ക് കരുതാവുന്നവരാണ് മറ്റ് മാമോദീസ സ്വീകരിക്കാത്ത വ്യക്തികൾ. അത് ആരെയും തരം താഴ്ത്തി പറയുന്നതിന് വേണ്ടിയല്ല. എല്ലാവർക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവകാശമുണ്ട്. പക്ഷേ മാമോദീസ നമുക്ക് ഈ പുത്രത്വം അല്ലെങ്കിൽ ദൈവമക്കളുടെ സ്ഥാനം കൂടുതൽ ആഴത്തിലും അർത്ഥപൂർണമായും അനുഭവിക്കാനുള്ള അവസരം തരുന്നു എന്ന വ്യത്യാസമാണ്. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് സിസ്റ്റർ ലിൻഡ മൈക്കിൾ MSMI. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിൽ മതാധ്യാപികയാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കൂടിയാണല്ലോ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ലോകാവസാനത്തെക്കുറിച്ച് നാം കേൾക്കുന്ന പ്രവചനങ്ങളുമെല്ലാം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉടൻ സമാഗതമായി എന്നതിൻ്റെ ലക്ഷണങ്ങളാണോ? സിസ്റ്റർ ചോദിച്ചത് ആദ്യ ഭാഗം വളരെ വ്യക്തമാണ്. കാരണം എന്താണ്? ഈശോയുടെ രണ്ടാം വരവിന് അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയിൽ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയായിട്ട് അതിനെ മനസ്സിലാക്കാം. അത് തർക്കമറ്റ കാര്യമാണ്. എന്നാൽ ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഈശോയുടെ രണ്ടാം വരവ് ഉടനെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യം ഈശോ വെളിപ്പെടുത്തി തന്നിട്ടില്ല തൻ്റെ തിരുവചനങ്ങളിൽ ഒരിടത്തും. കാരണം എപ്പോഴാണ് ഈശോ വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയാൻ പാടില്ല എന്നാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന സൂചന. അത് ദൈവദൂതന്മാർക്ക് പോലുമോ പുത്രന് പോലും അറിയാൻ പാടില്ല എന്ന് ഈശോ പറയുമ്പോൾ ഈശോയ്ക്ക് അറിയാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ ആകുലപ്പെടേണ്ട ഒരു വിഷയമല്ല. മറിച്ച് അതെപ്പോൾ സംഭവിച്ചാലും ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ തക്ക ഒരുക്കവും ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഒരുപാട് മനുഷ്യർ ഇതാ ലോകാവസാനം ഇത്രാമത്തെ വർഷം സംഭവിക്കും, 2010 ലോകം അവസാനിക്കും, 2000 ആണ്ടിൽ അവസാനിക്കും എന്ന് പറഞ്ഞവരുണ്ട്, അതിന് മുമ്പേ അവസാനിക്കും എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ലോകാവസാനത്തെക്കുറിച്ച് പുതിയ പുതിയ ഡേറ്റുകൾ നിർണയിച്ചുകൊണ്ട് മനുഷ്യനിൽ ഭീതി ജനിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭ ഒരിക്കലും നമ്മളോട് ഇതാണ് യുഗാന്ത്യത്തിൻ്റെ സമയം, യുഗാന്ത്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഇന്നതൊക്കെയാണ്
എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നാം ഓരോരുത്തരും യുഗത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ നാം ഓരോരുത്തരുടെയും അന്ത്യം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കി ആ അന്ത്യത്തിന് വേണ്ടി ഒരുങ്ങി ജീവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സഭ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ യുഗാന്ത്യം വന്നു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഇനി ഏതാനും നാളുകൾ കൂടിയേ ശേഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ പറമ്പും വീടും എല്ലാം വിറ്റുപിറക്കി ഇവിടെ കൊണ്ടുവന്ന് തരിക എന്നൊക്കെ പഠിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളോ ഒക്കെ ഉണ്ട് എന്നുള്ളതും നമ്മൾ കേരളത്തിൽ കണ്ടറിഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. ഇത്തരത്തിലുള്ള അവിവേകങ്ങളുടെ പിന്നാലെ വിശ്വാസികൾ പോകാൻ പാടില്ല. യുഗാന്ത്യം, അതിൻ്റെ സമയം ദൈവത്തിൻ്റെ തിരുഹിതത്തിന് വിധേയമാണ്. എന്തുകൊണ്ടാണ് യുഗാന്ത്യം ദൈവം വൈകിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയാനും മാനസാന്തരപ്പെടാനും വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് എന്നാണ് തിരുവചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ലോകത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഈശോ വരാറായി എന്നുള്ളതിൻ്റെ സൂചനയല്ല. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയുടെ അതിർത്തികൾ വരെയും എത്തുമ്പോൾ, സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സംസ്ഥാപനത്തിൻ്റെ യുഗാന്ത്യം സംഭവിക്കും എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. അതുവരെയും നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ ജാഗ്രതയോടെ വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കാം. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് ബാബു പതിപ്പള്ളിൽ. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി സെൻറ്റർ സ്കൂൾ പ്രധാന അധ്യാപകനാണ്. പിതാവേ, എൻ്റെ സംശയം ഇതാണ്: അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടണം എന്നാണോ, അതോ എല്ലാവരും സ്നേഹത്തിൽ ഒന്നായി തീരുന്ന ഒരു സമൂഹം രൂപീകൃതമാകണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? യെസ്, അതായത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ക്രിസ്തുമതം സ്വീകരിക്കണം എന്നാണോ, അഥവാ എല്ലാവരും സ്നേഹത്തിൽ കഴിയുന്ന ഒരു സമൂഹം മതിയോ എന്നാണ് സാറിൻ്റെ സംശയം. ഇത് രണ്ടും രണ്ട് കാര്യമല്ല വാസ്തവത്തിൽ. എല്ലാവരും സ്നേഹത്തിൽ കഴിയണം എങ്കിൽ എല്ലാവരും സഹോദരങ്ങളാണ് എന്ന അവബോധം വേണം. ആ അവബോധം എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, ദൈവം പിതാവാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ഈ വലിയ സ്നേഹ സാഹോദര്യം രൂപപ്പെട്ടു വരിക. മനുഷ്യൻ്റെ ഈ സ്നേഹ സാഹോദര്യം രൂപപ്പെടണമെങ്കിൽ അപ്പോഴെന്ത് വേണം? ദൈവത്തിൻ്റെ പിതൃത്വം നമുക്ക് സാധ്യമാക്കി തരുന്ന, വെളിപ്പെടുത്തി തരുന്ന ഈശോ മിശിഹായെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. തീർച്ചയായും ഈശോയെ കൂടാതെ ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കിയിട്ടും ഉണ്ടാകാം. ഈശോയെ അറിയാത്തവരും അംഗീകരിക്കാത്തവരും ഒക്കെ സ്നേഹ സമൂഹങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ഈ പ്രപഞ്ചം ഒന്നാകെ ഒരു സ്നേഹ സമൂഹമായി തീരണമെങ്കിൽ അതിന് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന പുത്രൻ തമ്പുരാനെ അറിയണം എന്ന് മാത്രമല്ല, ആ പുത്രൻ്റെ സുവിശേഷത്തെ നാം ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുകയും വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. പുത്രനിലൂടെ രൂപപ്പെടുന്ന സമൂഹമാണ് യഥാർത്ഥ സ്നേഹ സമൂഹമായി മാറുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് സിസ്റ്റർ ജിൻസി വർഗീസ് MSMI. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിൽ മതാധ്യാപികയായി ശുശ്രൂഷ ചെയ്യുന്നു. പിതാവേ, എൻ്റെ സംശയം ഇതാണ്: സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാമോദിസ സ്വീകരിച്ചവരുടെ കൂട്ടായ്മയാണ് എന്ന് മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ വിജാതിയർ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുമോ? അതുപോലെ തന്നെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അതിർത്തി നിശ്ചയിക്കാൻ പാടില്ല എന്ന് മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? സിസ്റ്ററിൻ്റെ ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്. അതായത് എങ്ങനെയാണ് ദൈവം പിതാവാകുന്നത് എന്ന് ചോദിച്ചാൽ, മാമോദിസ സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിതൃത്വത്തിന് മാമോദിസ എന്ന ഒരു വ്യവസ്ഥ വെക്കുന്നത് ശരിയാണോ
എന്നാണ് സിസ്റ്റർ ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ദൈവം പിതാവാകുന്നത് ഒന്നാമതായി അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു എന്ന കാരണത്താൽ ദൈവം നമ്മുടെ പിതാവാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിനാൽ അവിടുന്ന് നമ്മുടെ പിതാവാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്ന് അനുദിനം നമ്മെ പരിപാലിക്കുന്നതിനാൽ ദൈവം നമ്മുടെ പിതാവാണ്. ഈ കാര്യങ്ങളൊക്കെ മാമോദീസായുടെ വ്യവസ്ഥകൾക്ക് ഉപരിയായി ദൈവം എല്ലാവർക്കും സംലഭ്യമാക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, യുഗാന്ത്യത്തിൽ ദൈവം കാത്തിരിക്കുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് എന്നതും നാം മനസ്സിലാക്കുക. മാമോദീസായിലൂടെ സംഭവിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവമക്കളാണ് തങ്ങൾ എന്ന സത്യത്തെ കൂടുതൽ ആഴത്തിലും വ്യക്തമായും ബോധ്യപ്പെടുന്ന അവസരമാണ് മാമോദീസ. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാത്തവർക്ക് കർത്തൃപ്രാർത്ഥന ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചൊല്ലാം. എന്ന് മാത്രമല്ല, അത് അവരുടെ അവകാശമാണ്. കാരണം അവരെ സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തെ അവർക്ക് പിതാവേ എന്ന് വിളിക്കാൻ അവകാശവും കടമയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മാമോദീസായുടെ വ്യവസ്ഥയ്ക്കുള്ളിൽ മാത്രമായി ദൈവത്തിൻ്റെ പിതൃത്വത്തെ നമ്മൾ പുനർനിർണയിക്കേണ്ട കാര്യമില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും എന്നുള്ള സങ്കല്പം, അത് മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടല്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആരെയും മാറ്റി നിർത്തുകയല്ല, എല്ലാവരും പിതാവിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോടുകൂടെ നമുക്കായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം അതിനെ സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് ജൂലി പനന്താനത്ത്, കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ഇതും നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വർഗസ്നാപിതാവേ എന്ന പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥത്തിലും കാണുന്നില്ല. ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാണോ? ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ സമാപനമായിട്ട് എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ആരാധനാക്രമത്തിൽ മിക്കവാറും എല്ലാ ആരാധനാക്രമത്തിലും ഇതുണ്ട്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ അത് കുറേ കൂടി ദീർഘമായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. സമാനമായ കാര്യം ബൈബിളിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പ്രാർത്ഥന അവതരിപ്പിക്കുമ്പോൾ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം യഹൂദ ശൈലിയിലെ പ്രാർത്ഥനകളുടെ സമാപനം അപ്രകാരമായിരുന്നു. എന്തിനാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും ദൈവമേ അങ്ങയുടേത് മാത്രമാണ്. അത് യഹൂദൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലിയുടെ ഭാഗമാണ്. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഇത്തരത്തിലുള്ള കാനോനകൾ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ആരാധനാക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ സ്വർഗസ്ഥനായ പിതാവേയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന സീറോ മലബാർ വിശ്വാസികളാണ്. അത് നമുക്കറിയാം, യഹൂദ സിനഗോഗിലും യഹൂദ ദേവാലയത്തിലും ആയി രൂപം കൊണ്ട ആരാധനാക്രമമാണ് വാസ്തവത്തിൽ ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമം. കാരണം ക്രിസ്ത്യാനികൾ ദേവാലയവുമായി ഭിന്നിച്ച് യഹൂദരുമായി ഭിന്നിച്ച് സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുൻപേ രൂപം കൊണ്ട ഒരു ആരാധനാക്രമമാണത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള ഏറ്റവും പൗരാണികത്വമുള്ള ആരാധനാക്രമങ്ങളിലൊന്നാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം. ഈ ആരാധനാക്രമത്തിൽ നമ്മൾ കാണുന്ന ചില സവിശേഷതകളാണ് ടീച്ചർ ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് യഹൂദ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാനുള്ള അവകാശം മാലാഖമാർക്ക് മാത്രമുള്ളത്. അത് മാലാഖമാരുടെ അവകാശം. അതേസമയം മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തെ 18 സ്തുതിപ്പുകൾ അഥവാ 18 ബെനഡിക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവർക്ക്. ആ പ്രാർത്ഥന ചൊല്ലി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യർക്ക് ആ പ്രാർത്ഥന ചൊല്ലാൻ അവകാശമില്ല.
അവർ ചൊല്ലേണ്ട പ്രാർത്ഥന ഈ 18 സ്തുതിപ്പുകൾ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഈശോയുടെ വരവോടുകൂടി, ഇതാണ് ആരാധനാക്രമത്തിൻ്റെ സവിശേഷത, ഈശോയുടെ വരവോടുകൂടി സ്വർഗവും ഭൂമിയും ഒന്നായിത്തീർന്നു. അതാണ് മാലാഖമാരും മനുഷ്യരും ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു. അതായത് ഈ ഈശോ വന്നതോടുകൂടി ഇതൊരു സിനഗോഗ് പ്രാർത്ഥനയിൽ നിന്ന് രൂപം കൊള്ളുമ്പോഴും ആ സിനഗോഗിൻ്റെ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ തുടങ്ങുന്നത്. സ്വർഗവും ഭൂമിയും ഒരുപോലെ അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു. കാരണം ദൈവം പിതാവാണ്. ഈശോ മിശിഹായിൽ നാം എല്ലാവരും ദൈവമക്കളായി തീർന്നു. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ ആ യഹൂദ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ അതിൽ സംഭവിക്കുക. യഹൂദ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഇപ്രകാരമുള്ള യഹൂദ പ്രാർത്ഥനയുടെ ശൈലി കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നു. മുൻ എപ്പിസോഡുകളിൽ നമ്മളിതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പിതാവ് ഇതിന് ഉത്തരം നൽകിയിട്ടുള്ളതാണ്. അതിൽ ഓരോ പ്രാർത്ഥന അല്ലെങ്കിൽ സ്വർഗസ്നായ പിതാവ് എന്തുകൊണ്ടാണ് കുർബാനയിൽ പല രീതിയിൽ അല്ലെങ്കിൽ ഒത്തിരി ദീർഘമായിട്ടും ചുരുങ്ങിയും ഒക്കെ ചെല്ലുന്നതെന്നുള്ള സംശയങ്ങൾക്ക് വ്യക്തമായി പിതാവ് ഉത്തരം നൽകിയിട്ടുമുണ്ട്. താങ്ക് യു പിതാവേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകിയത് അഭിവന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. തൻ്റെ തിരക്കേറിയ ശുശ്രൂഷകൾക്കിടയിലും ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഭംഗിയായി ഉത്തരം നൽകിയ അഭിവന്യ പിതാവിന് ശാലൂൺ TV-യുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.